വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മളെ എല്ലാവർക്കും നമ്മളുടെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഒരു കാലത്ത് പല ഉദ്യോഗാർത്ഥികൾക്കും PSC ഉണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അല്ലെ? പക്ഷെ ഇന്ന് എന്തായി? പല ഉദ്യോഗാർത്ഥികളും എന്താ തിരിച്ച് PSC വിശ്വസിച്ച് തുടങ്ങിയ ഒരു കാലമാണ് ഇന്ന്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആരാണ്? നമ്മുടെ ഇപ്പോഴത്തെ PSCയുടെ ചെയർമാൻ ബൈജു സാറാണ്. മുന്നത്തെ ചെയർമാനായ സക്കീർ സാറിൽ നിന്ന് ബൈജു സാറിലേക്ക് വരുമ്പോഴെന്താ, അവിടെ കൃത്യമായിട്ട് തന്നെ എന്താ, അവിടെ ആ ഒരു ചേഞ്ച് നമ്മൾ പലരും എന്താ കണ്ടു തുടങ്ങിയാണ്, അല്ലെ? അതായത് 2022 ലാസ്റ്റ് അല്ലെങ്കിൽ 2023 സ്റ്റാർട്ടിങ്ങിലാണ് ആ ചേഞ്ചസ് എന്ത് ചെയ്യാ നമ്മുടെ കേരള PSCയിൽ വന്നു തുടങ്ങിയിട്ടുള്ളത്. അതായത് 2023 ഫെബ്രുവരി മാർച്ചിൽ തന്നെ എന്ത് ചെയ്യാ, അതുവരെയുള്ള വിജ്ഞാപനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കലണ്ടർ തന്നെ എന്ത് ചെയ്യാ കൃത്യമായിട്ട് PSC പബ്ലിഷ് ചെയ്ത് തുടങ്ങി, അല്ലെ? മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എക്സാം എന്തെങ്കിലും നീണ്ടു പോകും, ഒന്നോ രണ്ടോ വർഷം എടുക്കും. അത് കഴിഞ്ഞ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വരാൻ വേണ്ടിയിട്ട് എന്താ വീണ്ടും ഒന്നര വർഷമൊക്കെ എടുക്കും. അത് കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് വരാൻ, ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ കഴിയാൻ പല അതാ ഞാൻ പറഞ്ഞ ഒരു കാലത്ത് PSCയിൽ ഉണ്ടായിരുന്ന വിശ്വാസം അല്ലെങ്കിൽ കുറെ സമയം എടുത്ത് ലാഗ് എടുത്ത് ആയിരിക്കും എക്സാമും റിസൾട്ടൊക്കെ വരിക എന്നുള്ള രീതിയിൽ നിന്ന് ഇപ്പോഴെന്താ PSC അടിമുടി മാറിയിരിക്കുകയാണ്, അല്ലെ? അതായത് ബൈജു സാർ വന്നതിന് ശേഷം, ബൈജു സാർ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ HOD ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അപ്പോൾ വിദ്യാർത്ഥികളുടെ സൈഡിൽ നിന്ന് എന്ത് ചിന്തിച്ചു തുടങ്ങിയ ഒരു ചെയർമാനാണ് ബൈജു സാർ. അപ്പോൾ അങ്ങനെ ബൈജു സാർ ചെയർമാനായി വന്നതുകൊണ്ട് തന്നെ PSCയിലുള്ള പല ഉദ്യോഗസ്ഥർക്കും എന്താ ചെറിയൊരു ഇതുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് എന്താ പിന്നെ പണി കൊടുക്കണം. അതായത് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ഇറങ്ങുക. അതേപോലെ ഇന്നിപ്പോ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്, റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യാം, അതിന്റെ റിലേറ്റ് അതിന്റെ ഫർദർ പരിപാടികളിലേക്ക് പോവാണ് അവര്. ഓക്കെ, അപ്പൊ പല പരിഷ്കാരങ്ങൾ എന്താ 2023 തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 2024 എന്താ ഒരു പ്രതീക്ഷയാണല്ലോ, അതായത് മാറ്റങ്ങളോടെയാണ് 2023 ഉണ്ടായിരുന്നത്. അതിനുശേഷം പ്രതീക്ഷയോടെ എന്താ 2024 വരുവാണ് ചെയ്യുന്നത്. നമുക്ക് അതിൽ 2023 നമുക്ക് ഇലക്ട്രിക്കലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എക്സാം ഉണ്ടായിരുന്നല്ലോ 2023. അത് കഴിഞ്ഞ് 2024 എന്താ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. അതായത് 2023 കുറെ പേര് എന്താ റാങ്ക് ലിസ്റ്റ് ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, അവർക്ക് എന്താ ജോലി കയറിയിട്ടുണ്ട്. 2023 കുറെ പേർക്ക് എന്താ എക്സാം എഴുതിയിട്ടുണ്ട്, 2024 എന്താ പോസിറ്റീവായിട്ട് കാണുന്നവരുണ്ട്, അല്ലെ? 2024 റാങ്ക് ലിസ്റ്റ് വരും, ഞാൻ നമ്മളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നവരുണ്ട്. അതേപോലെ കുറെ പേരെന്താ 2023 ഷോർട്ട് ലിസ്റ്റ് ഒന്നും ഉൾപ്പെടാത്ത കുറെ പേരുണ്ട്, അവരെന്താ 2024 വരുന്ന പരീക്ഷകൾ എന്താ പോസിറ്റീവായിട്ട് കാണുന്നവരുണ്ട്, അല്ലെ? 2024 പരീക്ഷകളുടെ കലണ്ടർ എന്താ ഇന്ന് തന്നെ PSC ഇന്ത്യ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം എന്താ 2024 ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾക്ക് അറിയുന്നുണ്ട് 2023 തന്നെ എന്താ മെയ് മാസം അല്ലെങ്കിൽ മാർച്ച് മാസം ഒരു കലണ്ടർ ഉണ്ടാക്കിയിരുന്നു, അല്ലെ? അതായത് 3 മാസത്തിൽ ഇന്ന എക്സാം ആയിരിക്കും ഉണ്ടാവുക എന്ന രീതിയിൽ ഏപ്രിൽ മെയ് ജൂൺ, അതുപോലെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അങ്ങനെയുള്ള രീതിയിൽ കലണ്ടർ ഉണ്ടായിരുന്നു, അല്ലെ? അപ്പൊ അതിനുശേഷം കൃത്യമായിട്ട് ആ ഒരു കലണ്ടർ കൃത്യമായിട്ട് ഇന്ത്യ PSC ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെ? അതേപോലെ ഇത് നമ്മൾക്കറിയാം, ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വരാൻ കുറെ ഡിലേ ആവും. ഇപ്പോഴെന്താ പല എക്സാം, ഇപ്പൊ ഓവർസിയർ ആവട്ടെ, അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ ആവട്ടെ, അല്ലെങ്കിൽ AE ആവട്ടെ, എത്ര പെട്ടെന്നാണ് അതിന്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അതിലൊക്കെ എത്ര പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തത്, അല്ലെ? അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളെ കേരള PSC പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളും എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ട് നിങ്ങളെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യുക, മാക്സിമം എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക. ഇന്നിപ്പോ എന്തായാലും നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ട്രേഡ്സ്മാൻ, ഇപ്പൊ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലോ, PSCയിൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അപ്പൊ 2023 വിളിച്ച നോട്ടിഫിക്കേഷൻ എല്ലാ എക്സാമിന്റെയും ടൈം ടേബിൾ എന്താ 2024 ജനുവരി 1 ഇന്ന് നമുക്ക് എന്താ പബ്ലിഷ് ചെയ്യുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ടെന്റേറ്റീവ് ആയിട്ടുള്ള എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താ അതിനനുസരിച്ചിട്ട് എന്താ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. ഓക്കെ, ഇന്നോട്ടെങ്കിൽ തന്നെ എന്താ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. അപ്പൊ അതില് 2023 മെയിൻ ആയിട്ട് PSC നടത്തിയ പരിഷ്കാരങ്ങളിൽ ഒന്നാണ് എന്ത് ചെയ്യുക, നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഒഴിവാക്കൽ പ്രസ്താവന, അതായത് റിലിങ്ക്വിഷ്മെന്റ്. നിങ്ങളുടെ പലരുടെയും പ്രൊഫൈലിൽ എന്താ ഏറ്റവും തന്നെ അവിടെ കാണുന്നുണ്ടാവും. മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഒരാളിപ്പം രണ്ടും മൂന്നും റാങ്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഒരാൾ ഒന്നിലിപ്പം കയറി, അപ്പൊ രണ്ടാമത്തെയും മൂന്നാമത്തെയും പോയിട്ടാന്നുണ്ടെങ്കിൽ എന്താ സ്വാഭാവികമായിട്ടും അഡ്വൈസ് പോയതിനു ശേഷം വീണ്ടും 10 ദിവസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇവരെ വയ്യ ഈ ഉദ്യോഗാർത്ഥികളുടെ അല്ലെ റാങ്ക് ലിസ്റ്റ് കിട്ടിയവരുടെ പുറകിലെ നമ്മൾ നടക്കേണ്ടി വരുമായിരുന്നു, അല്ലെ? ഇപ്പോഴെന്താ അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്താ ജസ്റ്റ് അവർക്ക് എന്താ ഓൺലൈനായിട്ട് തന്നെ റിലിങ്ക്വിഷ്മെന്റ് ഫോം എന്താ ഫില്ല് ചെയ്തിട്ട് സെറ്റ് ആക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോ അതെന്താ ഏറ്റവും നല്ലൊരു മാറ്റാണ്, അല്ലെ?
പിന്നെന്താ പല ആവശ്യങ്ങളും എന്താ PSCയുടെ പ്രൊഫൈൽ വഴി തന്നെ എന്താ അവര് സെറ്റാക്കി. അതായത് നമുക്കിപ്പം ഉത്തരക്കടലാസിന്റെ കോപ്പി അല്ലെങ്കിൽ എന്താ പുനഃപരിശോധനക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ പല രീതികളിലും അതായത് തീയതി ഡേറ്റ് ചേഞ്ച് ആക്കുക അങ്ങനെ പലതും നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള സേവനങ്ങൾ ഓൺലൈൻ ആയിട്ട് തന്നെ പ്രൊഫൈൽ വഴി നമുക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ എന്താ നമുക്ക് പ്രൊഫൈൽ അതായത് ഇപ്പം പല ഉദ്യോഗാർത്ഥികളും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്തൊക്കെ പോകുമ്പോൾ അവരിപ്പം SLC-യിലോ +2-ലോ ഒക്കെ ഉള്ള കൊടുത്ത പേഴ്സന്റെ അല്ലെങ്കിൽ SLC പ്ലസിന്റെ ആവശ്യമില്ല +2-നോ അല്ലെങ്കിൽ ബിടെക്കിനൊക്കെ കൊടുത്ത ഡിപ്ലോമക്കോ ITI ഒക്കെ കൊടുത്ത പേഴ്സന്റെ അല്ലെങ്കിൽ മാർക്കിന് എന്ത് ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അവരുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് മാത്രമാണ് ചേഞ്ച് ആക്കാനുള്ള ഓപ്ഷൻ. ഇപ്പോഴെന്താ ആ മുന്നേ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്തിന് മുന്നേ തന്നെ എന്ത് ചെയ്യാം പ്രൊഫൈൽ വഴി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെ, OTP വഴി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്യും ഇപ്പം നമുക്ക് പ്രൊഫൈൽ വഴി തന്നെ ചേഞ്ച് ചെയ്യാം. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതലായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മുന്നേ എന്താ നോട്ടിഫിക്കേഷൻ ഹയർ ക്വാളിഫിക്കേഷൻ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പോഴെന്താ PSC കൃത്യമായിട്ട് അവിടെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഇപ്പം IT ആണ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാന്നുള്ള രീതിയിൽ ഇക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടേബിൾ എന്ത് ചെയ്യാ ഇപ്പം PSC നോട്ടിഫിക്കേഷൻ തന്നെ അറ്റാച്ച് തുടങ്ങി അല്ലെ. ഇപ്പം നിങ്ങൾക്കറിയാം ജൂനിയർ ഇൻസ്ട്രക്ടർ ക്വാളിഫിക്കേഷൻ ITI പ്ലസ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡിപ്ലോമയാണ്. അപ്പൊ ITI പ്ലസ് എക്സ്പീരിയൻസിന് ഇക്വലന്റ് ആയിട്ടുള്ള പോസ്റ്റ് ഏതൊക്കെയാണ്, ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണ്, ഡിപ്ലോമക്ക് ഇക്വലന്റ് ഓർ ഹയർ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണ്, അത് കൃത്യമായിട്ട് എന്താ അവിടെ PSCയുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ തന്നെ കൃത്യമായിട്ട് എന്താ അവരവിടെ മാർക്ക് ചെയ്ത് വെച്ചു. അപ്പൊ പല ഉദ്യോഗാർത്ഥികൾക്ക് എന്താ ചിലവർക്ക് ടെൻഷനാണ് ബിടെക്കാർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവോ അല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല അങ്ങനെയുള്ള ഇപ്പോഴെന്താ കൃത്യമായിട്ട് അവിടെ പറയുന്നതുകൊണ്ട് തന്നെ എന്താ കൃത്യമായിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. പക്ഷെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ITI ക്വാളിഫിക്കേഷൻ ഉള്ളവർ എന്താ ബിടെക്കാരൊന്നും അങ്ങനെ അപ്ലൈ ചെയ്യാത്തവരുണ്ട് അല്ലെ. ഇപ്പോഴെന്താ കൃത്യമായിട്ട് അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നതുകൊണ്ട് എന്താ ബിടെക്കാരും അതിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതാണ് പറഞ്ഞത് തത്തുല്യ അല്ലെങ്കിൽ ഉയർന്ന യോഗ്യത ഉൾപ്പെടുത്തുക. അതായത് വിജ്ഞാപനങ്ങളിൽ എന്താ തത്തുല്യ യോഗ്യത അല്ലെങ്കിൽ ഉയർന്ന യോഗ്യത എന്താ യോഗ്യതയും ഉൾപ്പെടുത്താൻ എന്താ PSC തീരുമാനിച്ചു തുടങ്ങിയത്. അതേപോലെ നിയമന ശുപാർശ എന്താ ഡിജി ലോക്കറിൽ കിട്ടി തുടങ്ങി. അതേപോലെ നിയമന ശുപാർശ എന്താ പ്രൊഫൈലിലും കിട്ടി തുടങ്ങിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അതെന്താ നിങ്ങൾ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ അതെന്താ നിയമന ശുപാർശ കിട്ടുന്നുണ്ടാവും. അപ്പോ മുന്നേ ചില പോസ്റ്ററായിട്ട് മാത്രമേ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ അത് പ്രൊഫൈലിലും കിട്ടാൻ തുടങ്ങി. പിന്നെ എന്താ മാർക്ക് പ്രൊഫൈൽ, അതായത് നിങ്ങൾക്ക് അവിടെ റിസൾട്ട് എന്നുള്ള ഒരു പുതിയതായിട്ടുള്ള ഒരു ടാബ് അവിടെ വന്നിട്ടുണ്ട് അല്ലെ. ആ ഒരു ടാബിൽ കയറി കഴിഞ്ഞാൽ എന്താ നിങ്ങളുടെ എക്സാം ഇപ്പം കോമൺ എക്സാം ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിന്റെയും വന്നതിന് ശേഷം മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ എന്താ ആ റിസൾട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്താ മാർക്ക് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ എന്താ മാർക്ക് കാണാനുള്ള ഓപ്ഷൻ ഇപ്പം PSC കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം പ്രിലിംസ് ഒക്കെയുള്ള ഇപ്പം LDC അല്ലെങ്കിൽ 10th ലെവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവിടെ പ്രിലിംസ് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്താ മാർക്ക് അറിയാനുള്ള സാഹചര്യം ഇപ്പം PSC അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, അവർ പ്രൊഫൈൽ വഴി എന്താ പല യോഗ്യതകളും നമുക്കവിടെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. പിന്നെ 2024 സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ 2024 ഇഷ്ടംപോലെ വിജ്ഞാപനങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ട്രേഡ്സ്മാൻ ഓൾറെഡി വന്നു, അതേപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ വന്നിട്ടുണ്ട് അല്ലെ, അതേപോലെ ഓവർസിയർ വന്നിട്ടുണ്ട്, അതേപോലെ ഇപ്പം അസിസ്റ്റന്റ് ഡയറക്ടർ വന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെ പല വിജ്ഞാപനങ്ങളും വന്നിട്ടുണ്ട്. അപ്പോ ഇതിന്റെയൊക്കെ എക്സാമിന്റെ ഡേറ്റ് നമുക്ക് ജനുവരി 1-ന് ഇന്ന് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വരുന്നുണ്ടാവും. അതേപോലെ 2024 നമ്മൾ പോസിറ്റീവായിട്ട് കാണാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റുകൾ പെട്ടെന്ന് അതായത് ഇപ്പം SIC സബ് എഞ്ചിനീയറിനെ നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരി മാസമാണ് എക്സാം കണ്ടക്ട് ചെയ്തത് അല്ലെ. ഏകദേശം ജൂൺ മാസം മെയ് മാസം ആകുമ്പോഴത്തേക്കാണ് അതിന്റെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നു. ജൂൺ മാസം അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു അല്ലെ. അതിനുശേഷം ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ട് കഴിഞ്ഞ മാസം അതിന്റെ റാങ്ക് ലിസ്റ്റും വന്നു അല്ലെ. എത്ര പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ നടന്നേക്കുന്നത്. അതേപോലെ പല പോസ്റ്റുകളും ഇതേപോലെ റാങ്ക് ലിസ്റ്റുകൾ പെട്ടെന്ന് തന്നെ നടന്നു. പെട്ടെന്ന് തന്നെ അതിന്റെ പ്രൊസീജിയർ സെറ്റ് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇപ്പം വന്നിട്ടുണ്ട്. മുൻ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറെ കുറെ ഡിലേ ആവുന്ന സമ്പ്രദായം അത് മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പോഴെന്താ അതൊക്കെ മാറിയിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റുകളാണെങ്കിലും അതേപോലെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ പോകുന്ന രീതിയിൽ PSC സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോ ഏറ്റവും ഇപ്പോഴത്തെ കാലത്ത് PSCയെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് PSCയുടെ 2024 അപ്ഡേഷൻസും കാര്യങ്ങളും. അതായത് മുൻവർഷങ്ങളിൽ PSCയെ വിശ്വസിക്കാത്ത പലരും ഇപ്പം PSCയെ വിശ്വസിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ 2024 എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോരുത്തർക്കും നല്ലൊരു വർഷം തന്നെ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്ന ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.